നമ്മൾ തമ്മിൽ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ഈ ചർച്ചയെന്നല്ല ഒരു ചർച്ചയിലും സത്യവിരുദ്ധമായ ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരില്ല. നിങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞാൻ പറയുന്ന അത് കേൾക്കാൻ തയ്യാറാകണം. അല്ലാണ്ട് മുതലാളിമാർ എഴുതിത്തരുന്നത് എന്റെ നേരെ ഇങ്ങോട്ട് ചൊരിഞ്ഞോണ്ടിരിക്കരുത്. ആ സേവനം എന്താന്ന് പറഞ്ഞാൽ സിപിഎമ്മിന് ബോധ്യപ്പെട്ട ആ സേവനം എന്താന്ന് പറഞ്ഞാൽ ഈ ചർച്ച ഇപ്പൊ നിർത്താം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. മലയാള മനോരമ പിണറായിയെ വേട്ടയാടുന്നതിന് നടത്തിയ പരിശ്രമങ്ങളുടെ തുടക്കം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നും കേരളത്തിനകത്ത് പവർക്കട്ട് വരുമ്പോൾ നാം ഓർക്കുന്നത് പിണറായി വിജയനെയാണ്. അയ്യോ ദാരിദ്ര്യം. മലയാള മനോരമയുടെ തലക്കെട്ട് എന്തായിരുന്നു? സബ് ചോർഹേ, എല്ലാവരും കള്ളന്മാരാണ്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും. ആ ഒരു മനോരമയുടെ തലക്കെട്ട് കൊണ്ടാണ് ഞങ്ങൾ അത് CBIക്ക് വിടാൻ തീരുമാനിച്ചത്. നന്നായി. അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായി കളവായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വേട്ടയ്ക്ക് മനോരമ നേതൃത്വം കൊടുക്കുന്നത് പുതിയ കാര്യമല്ല. സന്തോഷമായി. വീണ അവരുടെ ഭർത്താവ് റിയാസിന്റെ പേരിലേക്ക് പണം അയച്ചതിന്റെ ഏത് തെളിവാണ് മലയാള മനോരമയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്? നിങ്ങളിപ്പോ ഏതോ ഒരു ഡയറിയെ കുറിച്ച് പറയുന്നു. അത്ര ഒരു ഡയറി ഞങ്ങളുടെ അറിവിലില്ല. ഞങ്ങളുടെ അറിവില്ലാത്തൊരു ഡയറി ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രദർശിപ്പിക്കൂ. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ശരി, ഒരു മിനിറ്റ്. നിങ്ങള് ഒരു മിനിറ്റും തരണ്ട. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. നിങ്ങളിങ്ങനെ ആക്ഷേപിക്കുകയാണ്. ഞാനത് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇതിനകത്ത് ഒന്നും ഇടപെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തിരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനും ഉണ്ട്. അപ്പൊ നമ്മൾ ചരിത്രപരമായി സംസാരിച്ചാൽ ശരി, ചരിത്രത്തിലേക്ക് നമുക്ക് പോവാം. അത് നമുക്ക് വർത്തമാനത്തിന്റെ കാര്യങ്ങൾ ഒരു തീരുമാനമാക്കിയ ശേഷം നമുക്ക് ചരിത്രത്തിലേക്ക് ചാടാം. വീടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നില്ല. താങ്കൾ കോൺഗ്രസ് അല്ല, BJP അല്ല, മനോരമയാണ് മറുപടി പറയേണ്ടതെന്ന് പറഞ്ഞാണല്ലോ ഈ നിരത്തിയത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന പത്രവാർത്തയെക്കുറിച്ചാണ് താങ്കൾ ഈ പറഞ്ഞത്. ഇന്ന് ആ പത്രവാർത്തയിൽ ഉള്ളതും ഇല്ലാത്തതുമായുള്ള ചില കാര്യങ്ങളെ ആരോപണത്തിന്റെ മുനയിലേക്ക് വെച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ സംസാരിച്ചു അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് എഴുതി കൊണ്ടുവന്ന ഒരു പേപ്പറിൽ നോക്കി താങ്കളും പറയുന്നു അതങ്ങനെ സംഭവിക്കും. പുറത്തു വന്ന ഒരു കാര്യവും നിങ്ങൾ ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല, ഒരു രേഖയും നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു മൊഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ മൊഴി? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നിങ്ങളുടെ ലൈൻ. അതുകൊണ്ട് ഈ വാർത്ത നിങ്ങൾക്ക് സംശയിക്കാം, നിഷേധിക്കാം, അംഗീകരിക്കാതിരിക്കാം. ഇങ്ങനെ ആക്ഷേപം തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് ചോദ്യങ്ങളായിട്ട് മറുപടി പറയുകയും ചെയ്യും. എന്ത് സേവനമാണ് 2.72 കോടി രൂപ കൈപ്പറ്റിയപ്പോൾ മാസത്തിൽ ഇന്ന ഘടുക്കളായി അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും പിന്നെ അവരുടെ കമ്പനി അക്കൗണ്ടിലേക്കുമായി വന്നുകൊണ്ടിരുന്ന ആ പൈസയ്ക്ക് പകരമായി ചെയ്തു കൊടുത്ത സേവനം തല പുകഞ്ഞാലോചിച്ചിട്ടും പുകയാതെ ആലോചിച്ചിട്ടും പാർട്ടി കൂടിയിരുന്ന് ആലോചിച്ചിട്ടും ശ്രീ പിണറായി വിജയൻ സഭയിൽ വിശദീകരിച്ചിട്ടും ഫേസ്ബുക്കിൽ വിശദീകരിച്ചിട്ടും താങ്കൾ ഉൾക്കൊള്ളുന്ന പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വിശദീകരിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. കൃത്യമായ ഉത്തരവുണ്ട്. അവര് അത് സത്യവാങ്മൂല സഹിതം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെറ്റിൽമെന്റ് ബോർഡിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിരുദ്ധമാണ് പറയുന്നത്. ഞാൻ വസ്തുതാ വിരുദ്ധമായിട്ടൊന്നും പറയത്തില്ല. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിയോ, ചർച്ചയ്ക്ക് വന്നാൽ അത് പറയാനുള്ള ആർജവത്തോടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തമ്മിൽ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ഈ ചർച്ചയെന്നല്ല ഒരു ചർച്ചയിലും സത്യവിരുദ്ധമായ ഒരു വാക്ക് എന്റെ വായിൽ നിന്ന് വരില്ല. താങ്കൾ അസത്യം വിളിച്ചു പറയുന്ന ഒരു അവാസ്തവ നിലപാട് എപ്പോഴും എടുക്കുന്ന ആളെന്ന് ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എടുക്കരുത്. ടെക്നിക്കലായി പറയുന്നതിനടുത്ത് ചില പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ഈ പറയുന്ന സത്യവാങ്മൂലമൊന്നും അങ്ങനെയല്ല. സത്യമായി പറയുന്നവനായി ആ അഫിഡവിറ്റിന് മുൻപേ ശ്രീ ശശിധരൻ കർത്തയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും ടെക്നിക്കൽ മാനേജർമാരുടെയും മൊഴി രേഖപ്പെടുത്തിയ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഉത്തരവില്ലാന്നിട്ടാണോ? മലയാള മനോരമയുടെ മുതലാളിയാണോ, മനോരമയിലെ ജോലിക്കാരാണോ മനോരമയെ ഒരു സ്ഥാപനത്തിൽ പ്രതിനിധീകരിക്കുന്നത്, ഒരു കോടതി പ്രതിനിധീകരിക്കുന്നത്? ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് താങ്കൾ വായിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാരെ മൂലയ്ക്ക് നിർത്തി പീഡിപ്പിച്ചിട്ട് പറയട്ടെ ഒരു മാറ്റവും ഇല്ലല്ലോ. 2024 സാക്ഷാൽ ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ കൊടുത്ത മൊഴിയുണ്ട്. സമ്മതിക്കോ? ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. പൈസയെ കൊടുത്തുള്ളൂ, അത് പിതാവിനോടുള്ള ബന്ധം കൊണ്ട്. സമ്മതിക്കോ?
കേരള രാഷ്ട്രീയത്തിലെ പല നേതാക്കളുടെയും ചുരുക്കപ്പേരുകളുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലെ പല ഫണ്ടുകളും CMRL നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ PV മാത്രം സമ്മതിച്ചിട്ടില്ല. PV പറയുന്നു ആ PV ഞാനല്ല എന്ന്. പിന്നെ കേരളത്തിൽ വേറെ ഏത് PV ആണുള്ളത് പിണറായി വിജയൻ അല്ലാതെ? ഒരു കാര്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. നിങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞാൻ പറയുന്ന അത് കേൾക്കാൻ തയ്യാറാകണം. അല്ലാണ്ട് മുതലാളിമാർ എഴുതിത്തരുന്നത് എന്റെ നേരെ ഇങ്ങോട്ട് ചൊരിഞ്ഞോണ്ടിരിക്കരുത്. താങ്കൾ എഴുതിക്കൊണ്ടെന്ന് വായിച്ച പോലെ ഞാൻ ഏതായാലും സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ ബോധ്യങ്ങളും വസ്തുതകളും തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ആക്ഷേപിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ശൈലി. ആക്ഷേപിച്ചോളൂ. ഞാൻ പറയട്ടെ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അതെ ആക്ഷേപിക്കുമല്ലോ. ഞങ്ങളെ പിന്നെ നിങ്ങൾ അതാണ്. അപ്പൊ ആക്ഷേപിക്കുമ്പോൾ അതിന് മറുപടിയും വരും. താങ്കൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് തന്നെയാണ് വന്നത്. അതിഥി തന്നെയാണ്. ഞാൻ ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് തിരിച്ചു മറുപടി പറയുന്നത്. ആക്ഷേപം കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. 7 മിനിറ്റ് താങ്കളുടെ ആക്ഷേപവും പല ആരോപണങ്ങളും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അതെന്ത് അറിയോ? താങ്കൾ ഒരു അതിഥിയാണ്, പറഞ്ഞോട്ടെ, താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഫോറം അതിനുള്ളതാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ താങ്കൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിന് സ്പെസിഫിക് ആയ മറുപടിയില്ല. താങ്കൾക്ക് പറയേണ്ടത് ആക്ഷേപങ്ങളായി നിരത്തുകയാണ്. ആക്ഷേപമാണെന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അത് കേട്ടോണ്ടിരിക്കണ്ടല്ലോ. തിരിച്ച് നമ്മൾ പറയും. അത്രേ ഉള്ളൂ. ഒരു അജണ്ടയും ഇല്ല. ആ സേവനം എന്താന്ന് പറയൂ. ആ സേവനം എന്താന്ന് പറഞ്ഞാൽ CPM-ന് ബോധ്യപ്പെട്ട ആ സേവനം എന്താന്ന് പറഞ്ഞാൽ ഈ ചർച്ച ഇപ്പൊ നിർത്താം. ഞാൻ മറ്റു രണ്ടുപേരോടും ക്ഷമ ചോദിക്കാം. ആ സേവനം എന്താന്ന് പറയോ? ഈ ചർച്ച ഇപ്പൊ നിർത്താം. സേവനത്തിന്റെ വളരെ കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ ഇവിടെ വെക്കണം. എന്താണ് സേവനം എന്ന്? അല്ലാതെ കൊടുത്തു എന്ന് അവര് അന്ന് പറഞ്ഞു എന്നുള്ള മറുപടി പറ്റില്ല. എന്താണ് സേവനം? ആ IT സേവനം എന്നോട് പറയൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 172 കോടി രൂപയുടെ ഒരു കടലാസാണ് ഇൻട്രസ്റ്റ് സെറ്റിൽമെന്റ് റിപ്പോർട്ടിന്റെ ഉത്തരവ്. അതിൽ അക്കൗണ്ട് വഴി കൊടുത്ത പണമുണ്ട്, കള്ളപ്പണമുണ്ട്. ഈ കള്ളപ്പണത്തെ കുറിച്ച് നിങ്ങൾക്ക് ചർച്ചയില്ല. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. ചർച്ച ചെയ്തോളൂ, നിങ്ങൾ ആക്ഷേപിച്ചോളൂ, ചോദ്യങ്ങൾ ചോദിച്ചോളൂ, കേസ് കൊടുത്തോളൂ. ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനോരമയ്ക്കെതിരെ കൊടുക്കുന്ന വാർത്തകളുടെ ഉള്ള പേരിലും ഇല്ലാത്ത പേരിലും ആക്ഷേപങ്ങൾ നിരത്തുന്നത് ആദ്യമല്ലല്ലോ. നിങ്ങൾക്ക് ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വാർത്ത മനോരമ പുറത്തു വിട്ടിട്ട് വർഷങ്ങളായി. നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉള്ളത് എങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനോരമയ്ക്കെതിരെ കോടതിയിൽ പോവാം. നിങ്ങൾ പോയിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. അത് മനോരമ പോയതല്ല, അല്ലാതെ തന്നെ നടക്കുന്നുണ്ട്. അതിനകത്തുള്ള ഒരൊറ്റ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടിയില്ല അല്ലേ? എന്താണ് സേവനം എന്ന് തുടങ്ങി ഇങ്ങോട്ട് താഴോട്ടുള്ള ഒരൊറ്റ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടിയില്ല. തിരിച്ച് ഇമാതിരി ആക്ഷേപങ്ങളാണ്. നിങ്ങള് ബഹളം വെച്ചാൽ ഈ ഉത്തരവൻ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഈ കള്ളപ്പണം വന്നിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണം കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ വന്നോ? ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണം കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വന്നോ? കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണം കോൺഗ്രസിന്റെ ലീഗിന്റെ അക്കൗണ്ടിൽ വന്നോ? നിങ്ങളുടെ ബോധ്യം എന്താ? മനോരമയുടെ ബോധ്യം എന്താണ്? താങ്കൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾക്ക് തിരിച്ചാക്ഷേപിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ചെയ്തോളുക. മനോരമയെ 4 പഴി പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതായില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.